ഹായ് ഫ്രണ്ട്സ്, ഷോർട്ട് ഫിഷിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഹാൻഡ്മെയ്ഡ് ഫ്രോ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹലവ് എന്ന് പറഞ്ഞൊരു ഹാൻഡ്മെയ്ഡ് ഫ്രോ കേട്ടത്. ഇതുണ്ട് നല്ല അടിപൊളി സാധനം, നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട്. ഇതാ നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട്, അടിപൊളി ഹുക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സ്പിന്നറും വന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്പിന്നർ ഷേപ്പ് കണ്ടോ, അടിപൊളി സാധനം കേട്ടോ. നല്ല 5 to 6 ഗ്രാം വെയിറ്റ് ഉണ്ട്, കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട്. നല്ല ആക്ഷനും കാര്യങ്ങളും അടിപൊളി ഫ്രോ ആണ് കേട്ടോ. ഇത് നല്ലൊരു സിവിലും കൊടുത്തിട്ടുണ്ട്, നല്ല അതിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിവിൽ കൊടുക്കുന്നത് കേട്ടോ. നല്ലൊരു സ്പിന്നറും കൊടുത്തിട്ടുണ്ട്, നല്ല ആക്ഷനും കാര്യങ്ങളുള്ള സ്പിന്നർ ആട്ടോ. നല്ല അടിപൊളി ഫ്രോ ആണ്, നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട്, നല്ല ഹുക്കപ്പും കാര്യങ്ങളും ഉണ്ട്. ഇതാണല്ലോ കുറച്ച് മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഒന്നാന്തരമായിട്ട് മീൻ പിടിക്കുന്നത്. മീൻ അടിച്ച് കഴിഞ്ഞാൽ ഹുക്ക് നേരത്തെ ഇങ്ങനെ അങ്ങോട്ട് തിരിയും. നല്ല അടിപൊളി ഫ്രോ ആണ്, നല്ല ഷേപ്പ് ഉണ്ട്. ഫ്രോവിന് നിങ്ങൾ ഷേപ്പ് ഉണ്ട്, ഇതുണ്ടോ, ഇതുണ്ട് ഇങ്ങനെ ഒഴുകിയാണ് കേട്ടോ. മീൻ അടിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ അങ്ങ് ഞെങ്ങും. അങ്ങനെ ഞെങ്ങി കഴിഞ്ഞാൽ മീൻ ഇത് അടിച്ചങ്ങ് കയറും കേട്ടോ. നല്ല അടിപൊളി ഫ്രോ ആണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രോ ആണ്. ഈ ഫ്രോ അവൈലബിൾ ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ കേട്ടോ. നല്ല അടിപൊളി ഫ്രോ ആണ്, നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് അങ്ങ് മനസ്സിലാക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നാന്തര ഫ്രോ ആണ്. മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോയാം കേട്ടോ. ഓ സ്ട്രൈക്ക്, ഒറ്റയടി. ആ വയമ്പിൻ്റെ കൂടുതൽ മീനിപ്പുണ്ട് കേട്ടോ. അത് ഹോള വരുന്നുണ്ടോ? ഓ പറയുന്നുണ്ട്. ആ അടിച്ച്. യെസ്, ഫിഷ് ഓൺ. യെസ്, നമ്മുടെ ഹലവനിൽ ആദ്യത്തെ മീൻ അടിച്ചു കേട്ടോ. അടിപൊളി. ഇതിനോട് വെക്കാം, ഇപ്പയിലോട്ട് ഇടാം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് മീനെ കാണിച്ചു തരാനായിട്ട് ആരുമില്ല, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുറകെ വന്ന് പമ്മി ഒറ്റയടി. നല്ല ഉഗ്ര നാടൻ പിട കേട്ടോ. ഒരു 1/2 കിലോ റേഞ്ച് വരുന്നേ ഉള്ളൂ. ചെറിയ ഒരാളെയൊക്കെ കിടന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എവിടെയെങ്കിലൊക്കെ വലുത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടിച്ച് നമ്മൾ ഫ്രോ ഇരിക്കുന്നുണ്ടോ വൈകത് ഇരുന്നുറങ്ങുക. ഇറങ്ങി നല്ല ഒന്നാന്തര ഫ്രോ കേട്ടോ. ഒട്ടിച്ച് നല്ല ഹുക്കപ്പും കിട്ടുന്നുണ്ട്, നല്ല ഹുക്കപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഫ്രോവിന് കേട്ടോ. വീഡിയോ ഒക്കെ അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കണ്ടോ, ഇതാണ് നമ്മൾ ഫ്രോ. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി. ഇത് നല്ല ഹുക്കപ്പും കാര്യങ്ങളും കിട്ടുന്ന ഫ്രോ കേട്ടോ. നല്ല അടിപൊളി ആക്ഷനും കാര്യങ്ങളും ഉണ്ട്. യെസ് ഫിഷ് ഓൺ. ആലോല്ല, അടുത്ത ഫ്രീ, അടുത്ത മീൻ കയറ്റി. ഓ സെയിം സൈസ്. കുറച്ച് നേരം അവിടെ കാശ് കേട്ടോ. അവനവിടെ ഒന്നടിച്ചിട്ട് നമുക്ക് വിട്ടേച്ച് പോയതാണ്. അവനെ വീണ്ടും പിടിച്ചു. അയ്യവ, എന്തായാലും നമ്മുടെ ഫ്രോ കൊള്ളാം കേട്ടോ. അടിക്കുമ്പോഴേ വിഴുങ്ങുക മീൻ കേട്ടോ. പോയിക്കാണ് വീണ്ടും സെയിം പൊസിഷനിൽ തന്നെ തല കുത്തിയിരിക്കുക. വേണ്ടോ, നേരത്തെ ഒരു 1/2 കിലോ ഇല്ലെന്ന് തോന്നുന്നു. നല്ല അതിൻ്റെ ഒരു തൊട്ട് അവിടെ ഒരു 450 ഗ്രാമിലും കാണും. നല്ല അടിപൊളി നാടൻ പറയല്ല, നല്ല കാർത്ത് വീണ്ടും തടിച്ചിരിക്കുന്നു. അവിടെ പൊടിമീനിട്ട് നിന്ന് തകർക്കുന്നുണ്ട് മീൻ. അവിടെ കയറി പയ്യെ വലിച്ചാൽ അടിയാ. അവിടെ എല്ലായിടത്തും അടിക്കുന്നുണ്ട്, പക്ഷെ പൊടിമീൻ കൂടുതലാണ് ആ ഭാഗത്ത്. മീൻ തിന്ന് വയറ് അങ്ങനെ നടക്കും. നമ്മൾ ഈ നേരം പെട്ടെന്ന് വീഴുമ്പോഴേ ഉള്ളൂ. അതിന് മുമ്പ് ഇവന്മാർ തീറ്റ തുടങ്ങും അവിടെ വരാൻ. ഇവനെയും കൂടെ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇട്ടേക്കാം. നേരത്തെ കിട്ടിയാൽ നമ്മളെടുത്ത് ബാഗിൽ കയറ്റുന്നുണ്ട്. ഇവനെയും കൂടെ എടുത്ത് ബാഗിൽ കയറ്റിയേക്കാം. ഫ്രോവിനുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാകത്തില്ല. എന്ന് വെച്ചാൽ ഇതിങ്ങനെ മൊത്തം ദേശം ഇങ്ങോട്ട് കയറിയിരിക്കുക. എവിടെയാണോ അടിയുള്ളതെന്ന് മൊത്തവും കയറും. ആണ് ഫ്രോവിൻ്റെ പ്രത്യേകത. നമ്മുടെ ഹലവി നമുക്ക് ഇവനെ നേരം തിരിച്ചിടാം കേട്ടോ. തിരിച്ചിട്ടു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അടിപൊളി ഫ്രോ എന്ന് പറഞ്ഞാൽ വരാൽ പിടിക്കാൻ ബെസ്റ്റ് ഫ്രോ കേട്ടോ.
സ്ട്രൈക്ക്. ഓ എന്നാ അടി അടിച്ച്. ടക്കും ചെറുതിന് അടിക്കുന്ന അടി അടിച്ചാട്ടോ. വേണ്ടില്ലേ കഴിഞ്ഞ ദിവസം കിട്ടിയ കൂട്ട് ചെറിയ കണ്ണൻ, ഒരാൾ കണ്ണൻ. റിലീസ് ചെയ്താൽ കേട്ടോ. അവിടെ നിന്ന് അടിച്ച അല്ല അടിപൊളി സായിക്ക്. സ്ട്രൈക്ക്. യെസ് വിഷം. യെസ് നമുക്ക് ഹലവൻ അടുത്ത മീൻ. ഓ ഫളൂക്കാണോ? ഹലവല്ല, ആ ഫളൂക്കല്ല, ഹലവല്ല. അടുത്ത മീൻ ഇടിച്ചിട്ടുണ്ട്. ഹലവൻ അടിച്ച് വിഴിയും കളഞ്ഞ ഒരു സൂപ്പർ ഒരു വെള്ളം അടിച്ചിരുന്നത്. രാവിലെ ഇപ്പോൾ നേരം വെളുത്ത് വരുന്നുള്ളൂ. രണ്ടാമത്തെ ദിവസമാണ്. വെറുതെ രാവിലെ വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടി മീൻ. നമ്മുടെ ഹലവനില്ലേ രണ്ടാമത്തെ മീനാട്ടോ. രണ്ടാമത്തെ മൂന്നാമത്തെ മീൻ. ഒരു ചെറുടൊക്കെ കിട്ടിയായിരുന്നു. വലിയ സൈസിൽ നമ്മളിങ്ങനെ റിലീസ് ചെയ്തായിരുന്നു കേട്ടോ. റോ ഇരിക്കുന്നുണ്ടോ. ഒരു നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. പെട്ടത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്നൊക്കെ അടിച്ച് കയറിയിരിക്കുക. നമുക്ക് കിട്ടിയ മീൻ മുഴുവൻ ഇതുപോലെ തന്നെ നാക്കലടിച്ച് കയറിയുന്ന കേട്ടോ. പോരുന്നില്ല. അല്ല ഫ്രോ ചെയ്യാൻ കാണിക്കാം കേട്ടോ. നമ്മളതിൻ്റെ ഒരു ഇതും കഴിഞ്ഞ ദിവസം കിട്ടിയ പോലെ തന്നെ ഒരു അര കിലോ വണ്ടേ ഇല്ല, 1/2 കിലോ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു വരാൽ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പിടയ്ക്കട്ടെ. ഇത് നമ്മുടെ ഫ്രോ. നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇതുണ്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അടിച്ച് കയറിയപ്പോൾ തന്നെ ഹുക്ക് തിരിഞ്ഞ് അടിപൊളി ഫ്രോ കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നേരെ തിരിച്ചിട്ടു, സാധനം സെറ്റായി. നല്ല അടിപൊളി. നമ്മൾ ഇത്രയേ ഉള്ളൂ ലെങ്ത്ത്. മീൻ അടിച്ച് കഴിഞ്ഞാൽ അന്നേരം എടുത്തങ്ങ് വിഴുങ്ങുമോ. അടിപൊളി അടിപൊളി സാധനം കേട്ടോ. നല്ല ഹുക്കപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നല്ല റബ്ബർ ക്വാളിറ്റി ഉള്ള സാധനമാണ്. എന്തായാലും നമുക്ക് ഇതിനെ വെച്ച് അടുത്ത പരിപാടി നോക്കാം. കാഴ്ച നമ്മൾ നടന്നു വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു കുളം കണ്ടു കേട്ടോ. കുളം കണ്ടു കേട്ടത് അടിപൊളി ഒരു കുളം തോന്നുന്നു. യെസ് വിഷം ഒമ്പ ഹെവിയ. ഒരു വള്ളി കെട്ടിയിട്ടുണ്ട്. വള്ളി കയറി ഉടക്കിയാണ്. നമ്മുടെ ഫ്രോയിൽ അടുത്ത മീൻ. ക്യാമറയൊക്കെ ഓണാണോ അറിയത്തില്ല. അതെ എന്നാലത് ഒരു അര കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോയിലൊരു ശാലോടി ഉണ്ട്. നല്ല ഉണ്ട വരാലാട്ടോ. 1/2 കിലോയ്ക്ക് മേളിലൊരു സാധനം അടിപൊളിയാണ്. നമ്മുടെ ഇന്നത്തെ 4-മത്തെയോ 5-മത്തെ രണ്ട് മീനാണ്. കുഴപ്പമില്ല. നമുക്കത് നേരെ മീനെ ഊരി അങ്ങ് വായിലോട്ടിട്ടേക്കാം. സൂപ്പറായിട്ട് ഹുക്കപ്പായിട്ടുണ്ട്. ഒന്നാക്കലിരിക്കുന്നത്. യെസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഹുക്ക് തിരിഞ്ഞാണ്ട ഇതാണ്
ഫ്രോഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഫ്രോഗ് മീൻ. നമുക്ക് വേണ്ടത് വായിലോട്ട് കയറ്റിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ സൈഡ് വഴിയെല്ലാം കാശ് ചെയ്ത മീനടിക്കും. പുള്ളി പറഞ്ഞ രീതിക്കകത്ത് മീനുണ്ട് ഇഷ്ടം പോലെ. ഇത് നമ്മുടെ ഫ്രോഗ് വീണ്ടും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആക്ഷൻ്റെ കാര്യത്തിലായാലും കാസിൻ്റെ കാര്യത്തിലായാലും മീൻ കിട്ടുന്നതിൻ്റെ കാര്യത്തിലായാലും പക്ക ഹുക്ക്. പുള്ളി നോക്കിയത് ഹുക്ക് നിൽക്കുന്നുണ്ടോ, അടിപൊളിയായിട്ടോ ഹുക്ക് നിൽക്കുന്നത്. വേറെ മീൻ അടിച്ച് കയറിയത്. ഓ മുഴുവൻ ചെള്ള പിടിച്ച് കൊണ്ടാരണി കിടക്കുക. അവിടെ വെള്ളം ഒഴുകുന്നുണ്ടോ? ആ മൂല എന്തായാലും മീനാണ്. സ്ട്രൈക്ക് ഫിഷ് ഓൺ. ഫിഷ് ഓൺ. വാടാ അമ്പോ. അടുത്ത് നമ്മുടെ ഹലവനിൽ അടുത്ത മീൻ. ഇവിടെ എങ്ങും വെച്ച് കാണിക്കാനുള്ള ഒരു പാങ്ങുമില്ല കേട്ടോ. ശകാലം ഓടി ഇവിടെ വെക്കാം. കണ്ടോ മീൻ? നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അടിച്ച് അണ്ണാക്കി കയറ്റി വെച്ചേക്കും. ഇച്ചിരി വെയിറ്റ് ചെയ്ത് ഒക്കെ കൊടുത്തുള്ള ഗുണം ഇതാട്ടോ, അണ്ണാക്കിയിരിക്കും. ചില മീനൊക്കെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തന്നെ അടിച്ച് വിഴുങ്ങുന്നതാണ്. നമ്മളങ്ങോട്ട് ഊരിയെടുത്ത് ഫ്രോങ് മാറ്റിയിരുന്നു. വരാൽ ചള്ളക്കകത്ത് ഉരുണ്ട്. ഇതും അതുപോലെ തന്നെ കേട്ടോ. ഒരു 1/2 കിലോ മേളി ഉള്ള സാധനം കേട്ടോ. 1/2 കിലോ മേളി നാടൻ വരാല അടിപൊളി. ഇവനെ നമ്മൾ എടുത്ത് നമുക്ക് ഇവിടെ അടിച്ച കേട്ടോ. മൂലം തന്നെ ഇവിടെ അടിക്കുന്നുണ്ട്. ഇവനെടുത്ത് നമ്മളെന്തായാലും ബൈക്ക് കയറ്റുക. വെക്കാൻ പറ്റത്തില്ല ബൈ. ചെള്ളക്കകത്ത് കുളിക്ക്. നമ്മുടെ 5ാമത്തെ വരാലാണെന്ന് തോന്നുന്നു. 5 ആണോ 6 ആണോ എന്നറിയത്തില്ല. എന്തായാലും മീനെ കാണിക്കാം. യെസ്. വൈകിന് വെയിറ്റ് കൂടി. ഇവനെ എല്ലാം കൊണ്ട് കൊടുക്കണം. നമ്മളെ ഫ്രോ വീണ്ടും ഒന്നും പറയാനില്ല. മേടിച്ച് ഉപയോഗിച്ച് നോക്കുക, അതിൻ്റെ റിസൾട്ട് അങ്ങ് മനസ്സിലാക്കുക. ഇവിടെ തന്നെ അടുത്ത ഒരാൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരുത്തനടിച്ച് പുറകെ അടിക്കാൻ ഇത്തിരി പാടായിരിക്കും. സ്ട്രൈക്ക് എൻ്റെ ബാക്കി മീനിട്ടതില്ല, അടിച്ചു കേട്ടോ. പുറകെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നീ അടിക്കും. അടിച്ചെന്ന് പറഞ്ഞില്ലേ. വലിയ സൈസൊന്നുമില്ല. അത് നമുക്ക് എടുക്കാൻ പറ്റിയ സൈസാട്ടോ. അത്രയ്ക്ക് സൈസില്ലെന്നേ ഉള്ളൂ. അവനെ നോണ്ടിയിട്ട് നമ്മുടെ ഹലവലിൻ്റെ അടുത്ത മീൻ. ഫ്രോയിലടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഹുക്കപ്പായിട്ടുണ്ട്. ചെറുത് വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷെ എടുക്കാൻ പറ്റിയ സൈസാട്ടത് കേട്ടോ. ഇത്രയും വലിപ്പമുണ്ട്. ഇവനെ എടുത്തിട്ട് കേട്ടോ. അത്യാവശ്യം ഒരു പറക്കുള്ളതുണ്ട്. അവനെ ബൈക്ക് കയറ്റി നമുക്ക് വീണ്ടും കാശ് നോക്കാം. എവിടെ നിന്നേലൊക്കെ ഇനിയും അടിക്കും. ഹെവി സാധനം.
അമ്പോ അമ്പടാ ഹെവി. ഒയ്യടാ, ഇതാണ് ഒറിജിനൽ വിയറ്റ്നാമി കേട്ടോ. ഒറിജിനൽ വിയറ്റ്നാമി എന്ന് പറയുന്നത് ഇതാണ് സാധനം. അയ്യോ, ഇത് ഹെവിയാണ്, നല്ല നീളത്തിലാണ് വളർന്നേക്കുന്നത് കേട്ടോ. ഒറിജിനൽ വിയറ്റ്നാമി കാണാത്തത് വേണേൽ കണ്ടോ. ഇത് ഓ, ക്രീപ്പറിൻ്റെ റബ്ബറെല്ലാം പോയി. ഇതാണ് ഒറിജിനൽ വിയറ്റ്നാമി കേട്ടോ. ഒരു 3/4 കിലോയ്ക്ക് അടുത്ത് വരും കേട്ടോ. ഒരു 800 ഗ്രാമിലും വരും. നമ്മുടെ ഡിസൈൻ കണ്ടോ, ഇതാണ് വിയറ്റ്നാമിൻ്റെ ഡിസൈൻ. അവരുടെ കളർ കണ്ടോ, ഇതാണ് ഒറിജിനൽ വിയറ്റ്നാമി. ഓഹ്, അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു കേട്ടോ. നല്ല സൈസ് ഒരാളാണ്. നമ്മളെ ഫ്രോയിൽ അടിച്ച് കയറി അടുത്ത മീൻ. ഇത് എത്രാമത്തെയാണെന്ന് ഓർക്കുന്നില്ല, 6-ാമത്തെ 7-ാമത്തെ ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് നോക്കാം. ഓ, ആ മൂലെന്ന് ഒരൊറ്റ അടി ഇറങ്ങി വന്ന് വെച്ച് കിളി പോയി. ഇതുകൊണ്ട് അടി കണ്ടോ, നമ്മുടെ വാഹയുടെ ഒക്കെ അടി പോലെ നിൽക്കുന്ന കളറ്. കൊള്ളാം, സൂപ്പർ വരൽ. ഇത് മറ്റേ പോലെ തന്നെ ലെങ്ത് ഉണ്ട് കേട്ടോ. വണ്ണമില്ല, വലിയ വണ്ണമില്ല, എന്നാലും സൈസുണ്ട്. ഹെവി. ഇപ്പം ഞാൻ എടുത്ത് വായനത്തില്ല. വീണ്ടും എൻ്റെ പരിപാടി തുടങ്ങിയിട്ട് വീട്ടിൽ പോവാം. വീട്ടിൽ നിന്നൊക്കെ വിളി വന്ന് തുടങ്ങി. വരുന്നില്ലേന്ന് ചോദിച്ചോണ്ട്. കുട്ടി മീനൊക്കെ കിടക്കുന്നുണ്ടോ? ഇറങ്ങി കിടക്കണേ. ഇരിപ്പറങ്ങ് തൂക്കുക, മീനെടുത്ത് തുളയൊക്കെ കയറ്റുക. യെസ്, അതുപോലെ തന്നെ ഇനി മീനടിക്കും കേട്ടോ. നമുക്കവിടെ ഒന്നുകൂടെ നോക്കാം. ഓ, നമ്മുടെ ഇന്നത്തെ മാരകായുധം. ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനാണെങ്കിൽ പുറകിലൊരു തുളയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഞാൻ ഞെക്കി പോയി. വെള്ളം നിൽക്കാതിരിക്കാം. വെള്ളം നിൽക്കത്തൊന്നുമില്ല അല്ലെങ്കിൽ, എന്നാലും നമ്മളൊരു ഹോളിട്ട് വെച്ചിട്ടുണ്ട്. അടിച്ച് ട്രൈക്ക്. ഒയ്യോ, അങ്ങോട്ട് ചെന്ന് വീണെന്നും അടിച്ചു കേട്ടോ. പക്ഷെ അടി വീണപ്പോൾ ചപ്പല ഇതിന്. ഓഹോ, യെസ്, ഫിഷ് ഓൺ. ഫിഷ് ഓൺ ഗൈസ്. യെസ്, ഹെവിയാണെന്ന് തോന്നുന്നു. ചപ്പല ഉടക്കി കൊണ്ടാണോ? അടാ, ഉടക്കി കടിച്ചു പിടിച്ചു പോവാൻ. ആ, 3. യെസ്, വീണ്ടും ചപ്പൽ. മൂജി ഗൈസ്, ഇറങ്ങാനും വിടത്തില്ല, കൊള. ആ, വാ 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 വാ, തുറന്ന് പിടിച്ചാൽ മതി. വാടാ. ഓ, ചപ്പും കൊണ്ട് കടിച്ചു പിടിച്ചാൽ വിഷോ. ഓ, ഹെവി. അമ്പോ, ഒരു കിലോ സൈസ് വരുന്നത് നാടനല്ല കേട്ടോ. 1 കിലോ സൈസ് ഒരാളെന്തായാലും കിട്ടിയിട്ടുണ്ട് നമുക്ക്. റോഡ് പാട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇത് നമ്മുടെ അബുഗാഷ റിവോക്സ് എന്ന് പറഞ്ഞ റോഡാട്ടോ. കുറേ DC. അത് ലെങ്ത്ത് നോക്കിക്കണ്ടേ. ഉയ്യോ, എൻ്റെ ഒരു കൈയുടെ അത് കൈമുട്ട് തൊട്ട് താഴോട്ട് ഹെവി സാധനം കാണിച്ചേ. ഇതുണ്ടോ, ഓ, 1 കിലോ കാണും. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം. അടിച്ച് ഒറ്റ അടി. ആദ്യത്തെ അടിക്കാൻ കിട്ടി, രണ്ടാമത്തെ ഞാൻ പൊട്ടിച്ച് കേട്ടോ. അത്ര വലുത് ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല ഹെവി വരാൽ നമ്മൾ ഫ്രോ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രോ അടിച്ചത് തന്നെ ഹുക്ക് തിരിഞ്ഞാണ്ടോ. ഈ ഇവിടെ വരാൽ വെള്ളം എടുത്തുണ്ടോ കേട്ടോ. അതെ, ഓ,
ഇരിക്കും. ഇതാണ് നമ്മുടെ ഫ്രോഗിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ മീനടിച്ചാലും ഇത് ഹുക്ക് ഇതുപോലെ നേരെ തിരിയും. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഇത് അടിച്ച് തറഞ്ഞ് കയറിക്കുന്നുണ്ട്. ഇതേ ഞാൻ പറഞ്ഞ ഹുക്ക് നേരെ തിരിയണ ദേശം ഫുള്ള് ഞാൻ തിരിയും, മീൻ മിസ്സാകത്തില്ല. അത്രയും ഉടക്കി അവിടുന്ന് വലിച്ചെടുത്തിട്ട് ഒരു വിഷയമില്ലായിരുന്നു. കൈ പോയി റീലെ മുഴുവൻ അവൻ നശിപ്പിക്കും. അടിപൊളി. നമ്മുടെ ഹലവലിൽ 4ാമത്തെ മീൻ കേട്ടോ. 4ാമത്തെ മീൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി സൈസ് സാധനം. അടിപൊളി സാധനം. ഫ്രോ ഇരിക്കുക, എനിക്ക് ഫ്രോ ഇരിക്കുന്നത് നിങ്ങൾ നോക്കിക്കണം. തലയും കുത്തി വടം. ഫ്രോ അതിനകത്ത് തിരിഞ്ഞ് വന്നു കേട്ടോ. നമ്മുടെ ഫ്രോ അടിപൊളി ഹുക്കപ്പും അടിപൊളി ആക്ഷനും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കുറേ നാൾ ഉപയോഗിച്ചാൽ വെടിയും പുകയും ഫ്രോ കേട്ടോ. കാസി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാസിയാണ്. നല്ല ലെങ്ത്തിൽ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹുക്കപ്പും ഉണ്ട്, നല്ല ആക്ഷനുണ്ട്. ഇതിനപ്പുറം വേറെ ഏത് ഫ്രോ വേണം ഒരാൾ പിടിക്കാൻ. കേട്ടോ അതിൻ്റെ റിസൾട്ടായത്. മാൻതാപ്പ് എന്ന് പറഞ്ഞാൽ പറയാം സാധനം അടിപൊളി വരാൽ. ഹെവി ഉണ്ടോ? കൈയായിട്ട് വെച്ച് നോക്കാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അവൻ്റെ തലയുടെ വലിപ്പം കണ്ടോ ഉണ്ടോ? അടിപൊളി സാധനം. അയ്യോ അവിടെ നിന്ന് അടിച്ചേ. ഇവിടെ ഒരു മീൻ ആക്ടിവിറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുഴിയിൽ അത്യാവശ്യം മീൻ കാണണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതായത് നമുക്കൊന്ന് എറിഞ്ഞ് നോക്കാം. നമ്മുടെ ഒരാൾ പുളി. എന്തായാലും നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രോ തന്നെ കേട്ടോ. ഒന്നും പറയാനല്ലോ. ഇതിൻ്റെ ഒരു 4-5 വെറൈറ്റി കളർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഈ സാധനം കേട്ടോ. ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാ. അത്യാവശ്യം കലക്കവെള്ളത്തിലും കാണാൻ പറ്റും. അത്യാവശ്യം നല്ല കലക്കവെള്ളത്തിലും കണ്ടു കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. പൊളി എന്ന് പറഞ്ഞാൽ പൊളി ഫ്രോ കേട്ടോ. ഒന്നും പറയാനില്ല. ഒരു ഹുക്കപ്പാണ് ഏറ്റവും പൊളി. മീൻ അടിച്ച് അന്നേരം റൊട്ടേറ്റ് ചെയ്യും പൊളി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വേണ്ടിയിട്ട് നമുക്ക് കാശ് നോട്ടത് ഒരാളും കണ്ടു. കണ്ടിട്ട് എനിക്ക് ഇപ്പം തന്നെ കടിച്ചില്ലാത്ത നോക്ക് പൊളി. അപ്പോൾ ഞാൻ നമ്മുടെ പരിപാടി ഇന്നത്തേക്ക് ക്ലോസ് ചെയ്തേക്കും കേട്ടോ. നമുക്ക് അത്യാവശ്യം മീനും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ മീൻ കിട്ടിയ ഫ്രോ എന്ന് പറഞ്ഞത് ഇതാട്ടോ. ഇതാണ് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹലോ എന്ന് പറഞ്ഞൊരു ഹാൻഡ് മെയ്ഡ് ഫ്രോ കേട്ടോ. അത്യാവശ്യം 5-6 ഗ്രാം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാസ്റ്റിംഗ് ഉണ്ട്. ഉഗ്രം ഹുക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഫ്രോ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ മീൻ മുഴുവൻ ഇതല്ല കിട്ടി കേട്ടോ. നല്ല അടിപൊളി ഫ്രോ ആണ്. നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആ റിസൾട്ടൊക്കെ മനസ്സിലാക്കുക കേട്ടോ. നല്ല ഒന്നാമതൊരു ഫ്രോ ആണ്. മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്താട്ടോ. അത്യാവശ്യം 400 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല പൊളി ഫ്രോ ആണ്, ഒന്നും പറയാനില്ല. നല്ല ഹുക്കപ്പും കാര്യങ്ങളും ഉള്ള ഫ്രോ കേട്ടോ. നല്ല കാശുണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ കാശാണ്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് മീൻ അടിക്കുന്നതൊക്കെ നല്ല അടിപൊളി രീതിയിലാണ് പറന്ന് വന്നൊക്കെ മീൻ അടിക്കുന്നത്. ഒരു രക്ഷ നിന്നൊക്കെ ചുമ്മാ പൊട്ടിക്കുക മീൻ. അപ്പം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തിരിച്ച് കയറുന്നത് കേട്ടോ. നല്ല പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഫ്രോ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരിട്ട് പോയി മേടിക്കുമോ അല്ലെങ്കിൽ കൊറിയറായിട്ട് അവർ അയച്ചു തരുമോ എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹലവി നല്ല അടിപൊളി ഫ്രോ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ആ സൈഡിൽ കിടന്ന് ബെൽ ബട്ടൺ എന്നെ വിളിക്കണം. നമ്മൾ ചെയ്യുന്ന അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. ഹലവി നല്ല ഉഗ്രം ഫ്രോ കേട്ടോ.